everyone, welcome to Meenus menu. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീറ്റ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമുക്ക് ചിക്കൻ വെച്ചോ അല്ലെങ്കിൽ ബീഫ് വെച്ചോ മട്ടൺ വെച്ചോ ഒക്കെ വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഗ്രൗണ്ട് ബീഫ് അല്ലെങ്കിൽ മിൻസ്ഡ് മീറ്റാണ്. അപ്പോൾ മിൻസ്ഡ് മീറ്റ് ഞാൻ ഓൾറെഡി ഇവിടെ എന്താ പറയുക ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്നത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലിപ്പം മിൻസ്ഡ് മീറ്റ് അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ ഇപ്പം നോർമലി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബീഫ് ഉണ്ടെങ്കിലും അത് വെച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ളപ്പം ആ ബീഫ് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് അത് കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം ഫുഡ് പ്രോസസ്സറിലോ അല്ലെങ്കിൽ മിക്സിയിലോ ഒന്നിട്ട് കറക്കി എടുത്താൽ മതി. നമുക്ക് ഈ മിൻസ്ഡ് മീറ്റ് പോലെ തന്നെ അതായി റെഡിയാക്കി കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ കട്ട്ലേറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യമേ മിൻസ്ഡ് മീറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ച മിൻസ്ഡ് മീറ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1 മുതൽ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒത്തിരി വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട, കാര്യം ഇത് വെന്ത് കഴിയുമ്പം ഇതിൻ്റെ അകത്ത് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങുന്നതായിരിക്കും. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു മൂടി കൊണ്ട് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഇതൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് മാറ്റി നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കീമ ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ അകത്തുനിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ആ വെള്ളമയം ഒക്കെ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ മൂടി വെക്കുന്നില്ല, മൂടി വെക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ ആ വെള്ളമയം കംപ്ലീറ്റ് ആയിട്ട് പോയി അത് നല്ല രീതിയിലൊന്ന് ഡ്രൈ ആയി വരുന്നിടം വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബീഫ് കീമ നന്നായിട്ട് ആ കറക്റ്റ് പരുവത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് ആ വെള്ളമയം എല്ലാം പോയി ഡ്രൈ ആയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിൻസ്ഡ് മീറ്റ് ഞാൻ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മുമ്പേ കാണിച്ച പോലെ കുറച്ച് മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് ഗ്രൗണ്ട് ബീഫ് ആയതുകൊണ്ട് തന്നെ മറ്റേ നമ്മുടെ നോർമൽ ആ ബീഫിനേക്കാളും കുറച്ചുകൂടെ അത് ഫാസ്റ്റായിട്ടത് പെട്ടെന്നത് കുക്കായി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രത്തിൽ കുക്ക് ചെയ്തെടുത്തത്. നിങ്ങൾക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുക്കർ വെച്ചാണെങ്കിലും കുക്ക് ചെയ്തെടുക്കാം, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മിൻസ്ഡ് മീറ്റ് റെഡിയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള കട്ട്ലേറ്റിൻ്റെ പ്രോസസ്സിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും. പച്ചമുളക് നിങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എണ്ണമൊക്കെ ക്രമീകരിച്ച് എടുക്കാവുന്നതാണ്. അതുപോലെ ഒരു വലിയ സബോള കൊത്തി അരിഞ്ഞതും, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഞങ്ങളുടെ പേസ്റ്റാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് അല്ലാത്തതാണ് എടുക്കുന്നതെങ്കിൽ അതെടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞാലും മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ മാഷ്ഡ് പൊട്ടാറ്റോസ്. ഞാനിവിടെ 4 മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ പുഴുങ്ങിയതിന് ശേഷം അത് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾ വലുത് എടുക്കുന്നെങ്കിൽ 2 എടുത്താൽ മതിയായിരിക്കും. അതുപോലെ 2 മുട്ടയുടെ വെള്ള ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അതുപോലെ ആവശ്യത്തിന് ബ്രെഡ് ക്രംസ് നിങ്ങൾ എടുക്കുമ്പോൾ, ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമുക്ക് വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ അത് മിക്സിയിൽ ഒന്നിട്ട് കറക്കി അതും ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ച സബോള ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സബോള ഇവിടെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതിൻ്റെ കൂടെ പച്ചമുളകും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം.
ഇപ്പം നമ്മുടെ സബോള, വെളുത്തുള്ളി, പച്ചമുളകെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ച മിൻസ്ഡ് ബീഫ് അല്ലെങ്കിൽ ഗ്രൗണ്ട് ബീഫ് ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ബീഫ് കീമി മസാലയെല്ലാം നന്നായിട്ടൊന്ന് ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ച് മാറ്റി വെച്ച പൊട്ടാറ്റോസ്, മാഷ്ഡ് പൊട്ടാറ്റോസും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ചെയ്യുമ്പം സ്റ്റൗവ് നമ്മൾ ഏറ്റവും ലോയിലിട്ടിട്ട് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമുക്കിനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇതുപോലത്തെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് ചൂടൊന്ന് ആറാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട്ലറ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കൈ പിടിച്ച് നമുക്കതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണമല്ലോ, അതിന് മാത്രം ചെറുതായിട്ടൊന്ന് ചൂടൊന്ന് മാറി കിട്ടിയാൽ മതി. അതുപോലെ നമ്മൾ ഇതിലോട്ട് പൊട്ടാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുമ്പം ഒട്ടും കുറഞ്ഞു പോകാതെയും സൂക്ഷിക്കണം. കാരണം പൊട്ടാറ്റോ ആണ് ഇതിൻ്റെ ആ ഒരു ബൈൻഡിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. ആ ഒരു അതൊന്ന് ബൈൻഡ് ചെയ്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് പൊട്ടാറ്റോ ആണ്. അല്ലെങ്കിൽ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കി അത് എണ്ണയിലൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിനി ഇതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് മിക്സ് ഇവിടെ ചൂടൊക്കെ ആറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുത്ത് ഇതുപോലൊരു ബോളാക്കുക. അതിന് ശേഷം നമ്മുടെ കയ്യിലൊന്ന് വെച്ച് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള കട്ട്ലേറ്റ് ആക്കി എടുക്കുക. അപ്പോൾ കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾക്ക് ഈ കട്ട്ലേറ്റ് ആ എഗ് വൈറ്റിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ എഗ് വൈറ്റിൽ ഡിപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കട്ട്ലേറ്റ് ഫുള്ളായിട്ടും അതൊന്ന് എഗ് വൈറ്റിൽ കവർ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്കത് ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുത്ത് അത് ഫുള്ളായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതായത് അതിൻ്റെ മുകളിലത്തെ പോർഷനും താഴത്തെ പോർഷനും അതുപോലെ അതിൻ്റെ സൈഡും എല്ലാം കംപ്ലീറ്റ്ലി കവർ ചെയ്തെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കോട്ടിങ് ശരിയായില്ലെങ്കിൽ നമ്മൾ എണ്ണയിലിട്ടത് ഫ്രൈ ചെയ്യുമ്പം എന്താ പറയുക, അത് പൊട്ടിപ്പോവാനും നമ്മുടെ കട്ട്ലറ്റിൻ്റെ അകത്തോട്ട് എണ്ണ കയറാനും അത് എണ്ണ കുടിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ടൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ ഒരു കട്ട്ലേറ്റ് ഇപ്പം നമ്മൾ നല്ല റൗണ്ട് ഷേപ്പിലാക്കി അത് ബ്രെഡ് ക്രംസിലും എഗ് വൈറ്റിലും എല്ലാം ഡിപ്പ് ചെയ്ത് റെഡിയാക്കി എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള കട്ട്ലേറ്റ് മിക്സ് വെച്ച് നമുക്ക് കട്ട്ലേറ്റ് പ്രിപ്പയർ ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ കട്ട്ലേറ്റിൻ്റെ സൈസ്, ചെറിയ കട്ട്ലേറ്റ് വേണോ അതോ വലിയ കട്ട്ലേറ്റ് വേണോ, തിക്നെസ് കൂടിയത് വേണോ, അതെല്ലാം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഒരു മീഡിയം സൈസിൽ എപ്പോഴും ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം ഞാനിവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ഫ്രൈയിങ് പാൻ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കട്ട്ലേറ്റ് വറുക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച കട്ട്ലേറ്റ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള ഒരു കട്ട്ലേറ്റും ഉണ്ടാക്കിയായിരുന്നു. അത് ഞാൻ മോൾഡ് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മോൾഡൊക്കെ അവൈലബിൾ ആണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട്ലേറ്റ് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം, എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം, അതായത് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം അതിലേക്ക് കട്ട്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് ഒരു മീഡിയമിൽ വെച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനും പോകുന്നത്. അപ്പം നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഒരു സൈഡ് ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ നമ്മളിത് കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇടയ്ക്ക് അതൊന്ന് ടേൺ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് തന്നെ അത് കുറേ നേരം കിടന്നു കഴിയുമ്പം അത് തന്നെ ഓപ്പണായി പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് രണ്ട് സൈഡും ഒന്ന് ടേൺ ചെയ്ത് ഇട്ട് കൊടുത്ത് അതൊരു ഗോൾഡൻ ബ്രൗൺ അല്ലെങ്കിൽ കുറച്ചൊരു ഡാർക്ക് ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പം നമ്മുടെ കട്ട്ലേറ്റ് രണ്ട് സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലൊക്കെ ആയി റെഡിയായി വന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇനി ഇതെല്ലാം എണ്ണയിൽ നിന്നൊന്ന് വറുത്ത് കോരാവുന്നതാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ ഈ കിഡിലൻ ബീഫ് കട്ട്ലേറ്റ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വൈകുന്നേരം സ്നാക്സ് ആയിട്ടും അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പം നമുക്ക് സ്റ്റാർട്ടറൊക്കെ ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും എല്ലാം താഴെയുള്ള കമൻറ്റ്സിൽ എഴുതി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു കിഡിൽ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Please do like, share and subscribe to my channel to see more delicious recipes from Meenus Menu.